ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് ഇന്ന് മൊഡ്യൂൾ 1-ലെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് ആയിരുന്നു. അപ്പം നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? വേസ്റ്റ് വാട്ടർ എന്താണ്, സോഴ്സസ്, ഫ്ലോ റേറ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, പിന്നെ എങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യാം എന്നുള്ള ചെറിയൊരു ഇക്വേഷൻ പഠിച്ചു. ഡ്രൈ വെതർ ഫ്ലോ എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനിയും ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണ്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന ടേം എന്താണെന്നുള്ളതും, പിന്നെ അടുത്ത സെക്കൻഡ് പാർട്ട് ഈ ഒരു മൊഡ്യൂളിലെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സീവേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും ഇത്രയും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണെന്നുള്ളത് നോക്കാം. അപ്പം സ്റ്റോം വാട്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. നിങ്ങൾ WRലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ, ആ സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അപ്പം റെയിൻഫോൾ ഉണ്ടാകുമ്പം എന്താണ്, അതിലെ കുറച്ച് പാർട്ട് എന്താവും, താഴോട്ട് ഗ്രൗണ്ടിലോട്ട് ഇൻഫിൽട്രേറ്റ് ആയി പോകും അല്ലേ. ബാക്കി പോർഷൻസോ അതിങ്ങനെ ആ ലാൻഡിൻ്റെ മേളിൽ കൂടെ ഫ്ലോ ചെയ്ത് അങ്ങ് പോകും. റിമൈനിങ് പാർട്ട് അങ്ങ് ഫ്ലോ ചെയ്ത് പോകും. അത് ഫ്ലോ ചെയ്ത് പോകുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് അപ്പോൺ പെർമിബിലിറ്റി ഓഫ് ദി ഗ്രൗണ്ട്, ആ ഒരു ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ്, അതേപോലെ വേറെ കുറേ ഫാക്ടേഴ്സ് കാണും. ഓക്കെ, അപ്പം സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ദി ഗ്രൗണ്ട് സർഫസ്, പേയ്മെൻറ്റ്സ്, ഹൗസ് റൂഫ്സ് എക്സെട്ര ഇസ് നോൺ ആസ് റൺ ഓഫ് ഓർ സ്റ്റോം വാട്ടർ. ഓക്കെ, അപ്പം അങ്ങനെ ഫ്ലോ ചെയ്തു പോകുന്ന എമൗണ്ട് ഓഫ് റെയിൻ വാട്ടറിനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് റൺ ഓഫ് എന്നും പറയാം. ഓക്കെ, ദിസ് സ്റ്റോം വാട്ടർ ഈസ് അൾട്ടിമേറ്റ്ലി ഡ്രെയിൻ ത്രൂ ദി സീവേഴ്സ്, അതർവൈസ് ദി സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് മേ ഗെറ്റ് ഫ്ലഡ്. ഓക്കെ, അപ്പം ഈ വരുന്ന റെയിൻ വാട്ടർ അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ നമ്മൾ ലാസ്റ്റ് ഫൈനലി എന്തെടുക്കണം? സീവേഴ്സിലോട്ട് എത്തിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ആ റെയിൻ വാട്ടർ കിടക്കുന്ന ഏരിയ ഫുള്ള് ഫ്ലഡഡ് ആവും അല്ലേ. ഓക്കെ, ദ എമൗണ്ട് ഓഫ് പീക്ക് സ്റ്റോം വാട്ടർ ഫ്ലോ മേ ബി സെവറൽ ടൈംസ് മോർ ദാൻ ദി ഡ്രൈ വെതർ ഫ്ലോ. ഓക്കെ, അപ്പം ഡ്രൈ വെതർ ഫ്ലോ എന്താണ് നമ്മൾ പറഞ്ഞത്? മഴ ഇല്ലാത്ത ടൈമിൽ സീവേഴ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിനെയാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഡ്രൈ വെതർ ഫ്ലോയിനേക്കാളും പല മടങ്ങ് കൂടുതലായിരിക്കും എന്ത്, സ്റ്റോം വാട്ടറിന്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. കാര്യം അത്രയും റെയിൻ വാട്ടർ ഉണ്ടാവുമല്ലോ. ഡ്രൈ വെതറിനേക്കാളും എങ്ങനെ പോയാലും അത് കൂടുതലായിരിക്കും. In the case of combined system, the sewers are normally not designed for the peak stormwater flow. Otherwise, the size of the sewers would be large. ഓക്കെ, അപ്പം കമ്പൈൻഡ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ സീവർ തന്നെ ഡ്രൈ വെതർ ഫ്ലോയിനെയും അതിൻ്റെ കൂടെ തന്നെ സ്റ്റോം വാട്ടർ ഫ്ലോയിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സീവേഴ്സ് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും. സെപ്പറേറ്റ് സീവേഴ്സും ഡിസൈൻ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സീവേഴ്സും കൊടുക്കാറുണ്ട്. അപ്പം ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന സീവേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഏരിയയിൽ പീക്ക് സ്റ്റോം വാട്ടർ ഫ്ലോ ഒരു വാല്യൂ കാണുമല്ലോ, ഏറ്റവും മാക്സിമം വാല്യൂ. ഒരു 50 മീറ്റർ ക്യൂബാണ് അവിടുത്തെ പീക്ക് വാല്യൂ എങ്കിൽ ആ 50 മീറ്റർ ക്യൂബിന് ഒരിക്കലും നമ്മൾ അത്രയും വലിയ സീവേഴ്സ് നമ്മൾ കൊടുക്കില്ല. അതിന് വേണ്ട സീവേഴ്സിൻ്റെ അത്രയും വലിയ സൈസ് കൊടുക്കില്ല. കാര്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വലിയ സീവറിൻ്റെ സൈസായി പോകും. അപ്പം നമുക്കത് എന്താണ് പ്രാക്ടിക്കലി ലേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പം ഒരു ആവറേജ് ഫ്ലോ വന്നാൽ എങ്ങനെ നമുക്ക് സീവറിൻ്റെ ഡിസൈൻ വേണം എന്ന് ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു സെക്ഷന് ഡയമീറ്ററൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂറിങ് ഓർഡിനറി ഓർ നോർമൽ റെയിൻസ് ദ സീവേഴ്സ് റൺ ഫുൾ ഓഫ് സ്റ്റോം വാട്ടർ. ഓക്കെ, അപ്പം നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി റെയിൻഫോൾ ടൈമിൽ സീവേഴ്സിൽ ഈ സ്റ്റോം വാട്ടർ കൊണ്ടുവന്ന സീവർ ആണെങ്കിൽ ഫുള്ളായിട്ടായിരിക്കും ആ മൊത്തം ചാനൽ ഏരിയ എടുത്തിട്ടായിരിക്കും അത് റൺ ചെയ്ത് പോകുന്നത്. ഹൗഎവർ ഡ്യൂറിങ് ഹെവി റെയിൻ ദ പീക്ക് സ്റ്റോം വാട്ടർ ഈസ് അലൗഡ് ടു അക്യുമുലേറ്റ് ഫോർ സം ടൈം. അപ്പം ചില ടൈമിൽ നമ്മൾ ആവറേജ് ഫ്ലോയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ ആ സീവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നല്ല മഴയുള്ള ടൈമിലാകുമ്പം എന്താണ്, അത്രയും എമൗണ്ട് ഓഫ് റെയിൻ വാട്ടറിനെ അല്ലെങ്കിൽ സ്റ്റോം വാട്ടറിനെ നമുക്ക് ആ സീവർ കൂടെ അറ്റ് സെയിം ടൈം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം പറ്റുന്ന അത്രയും വെള്ളം ആ സീവർ കൂടെ പോകും. ബാക്കി അത്രയും ഫ്ലോ പോയി കഴിയുമ്പോഴേക്കും ബാക്കി അക്യുമുലേറ്റ് ചെയ്തെല്ലാം കൂടെ പിന്നെയും ആ ഓടയിലോട്ട് ചെന്ന് സീവർ വഴി അങ്ങ് കളക്ഷൻ പോയിന്റിലോട്ട്, ഡിസ്പോസൽ പോയിന്റിലോട്ട് ചെല്ലുവാണ് ചെയ്യുന്നത്. After the rains are over, the accumulated stormwater is discharged gradually through the sewers. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. The stormwater flow is also known as wet weather flow അല്ലെങ്കിൽ WWF എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഡ്രൈ വെതർ ഫ്ലോയിനും DWF എന്ന് പറഞ്ഞ പോലെ സ്റ്റോം വാട്ടർ ഫ്ലോയിന് നമുക്ക് വെറ്റ് വെതർ ഫ്ലോ എന്നും കൂടെ പറയാം. ഓക്കെ, അപ്പം
സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഈ സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വാട്ടറിനെ നമ്മൾ സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും പീക്ക് ഫ്ലോയ്ക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ ഒത്തിരി അങ്ങ് ലാർജ് ആയിപ്പോൾ നമ്മൾ ഓർഡിനറി അല്ലെങ്കിൽ ആവറേജ് ഫ്ലോ, ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റോം വാട്ടർ വരുമ്പോൾ ഉള്ള അതനുസരിച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ റൺ ഓഫ് ഓർ സ്റ്റോം വാട്ടർ ഫ്ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നോക്കാം ഈ സ്റ്റോം വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത്. ഒന്ന്, കാച്ച്മെൻറ്റ് ഏരിയ, ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ്, പെർമിബിലിറ്റി ഓഫ് ദി ഗ്രൗണ്ട്, അതേപോലെ ഇംപെർവിയസ് ഏരിയ എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഉണ്ടോ, പേവ്ഡ് യാർഡ്സ് ഉണ്ടോ, നോൺ അബ്സോർബൻ റോഡ് സർഫസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് വെജിറ്റേഷൻ ഗ്രോത്ത് അവിടെ എങ്ങനെയുണ്ട്, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി, റെയിൻഫോളിൻ്റെ ഡ്യൂറേഷൻ, കണ്ടീഷൻ ഓഫ് ദി ഗ്രൗണ്ട് പ്രയർ ടു ദി റെയിൻഫോൾ, പിന്നെ എന്താണ് കോൺസെൻട്രേഷൻ ഓർ കോമ്പാക്ട്നെസ് ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ, എന്തുമാത്രം അടുത്തടുത്താണ് ആ ഒരു ഏരിയയിൽ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്, തൊട്ടടുത്തടുത്താണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ക്ലൈമറ്റിക് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ വിൻഡ്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ഇതൊക്കെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം സ്റ്റോം വാട്ടർ ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഫോർ ദി പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് സ്റ്റോം വാട്ടർ ഫ്ലോ ഫോർ സീവർ ഡിസൈൻ ദ ഫോളോയിങ് ടു മെത്തേഡ്സ് ആർ കോമൺലി ഫോളോഡ്. അപ്പോൾ നമുക്ക് സ്റ്റോം വാട്ടർ ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ മെയിൻലി 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റാഷണൽ മെത്തേഡ്, രണ്ടാമത്തത് എംപിറിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പം നമുക്ക് റാഷണൽ മെത്തേഡ് ആദ്യം നോക്കാം. ദ റാഷണൽ ഫോർമുല ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഡിസൈൻ ഓഫ് സ്റ്റോം ഡ്രെയിൻസ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ഫോളോയിങ് 3 ഫാക്ടേഴ്സ്. അപ്പോൾ ഈ റാഷണൽ മെത്തേഡ് ഇനിയും പറയുന്ന 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആ റാഷണൽ മെത്തേഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, കാച്ച്മെൻറ്റ് ഏരിയ, നേരത്തെ പറഞ്ഞ കാച്ച്മെൻറ്റ് ഏരിയ, അതിനെ എ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇംപെർമിബിലിറ്റി ഫാക്ടർ ഐ വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ക്യാപിറ്റൽ R. ഓക്കെ, അപ്പം റാഷണൽ ഫോമിൽ എന്താണെന്ന് വെച്ചാൽ Q = K × A × I × R. ഓക്കെ, ആ ഒരു ഫോമിൽ പഠിക്കുക. Q = KAIR. ഓക്കെ, അല്ല Q എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോം വാട്ടർ ഫ്ലോ ആയിരിക്കും. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കാച്ച്മെൻറ്റ് ഏരിയനെയും ഇംപെർമിബിലിറ്റി ഫാക്ടറിനെയും അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ക്യൂവിൻ്റെ യൂണിറ്റ്, റൺ ഓഫിൻ്റെ യൂണിറ്റ് ക്യുമെക്കിലാണെന്ന് വിചാരിക്കുക. കാച്ച്മെൻറ്റ് ഏരിയ ഹെക്ടേഴ്സിലാണെന്നും ഇംപെർവിയസ് ഏരിയ അതിന് നമുക്ക് A∩i എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതെന്ന് വെച്ചാൽ കാച്ച്മെൻറ്റ് ഏരിയ ഇൻറ്റു ഇംപെർമിബിലിറ്റി ഫാക്ടർ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ ആണ് AI എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനിയും RI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ്. അത് നമുക്ക് mm/hourലാണ് നമ്മൾ വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ യൂണിറ്റ് കൺവേർഷൻ എല്ലാം കൊടുത്തിട്ട് ക്യൂവിന് ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഫാക്ടർ K. അപ്പം K എന്നാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ Q എന്ന് പറയുന്നത് എന്താണ്, KAIR അല്ലേ. അതിൽ K അവിടെ കിടക്കട്ടെ കേട്ടോ. K നമ്മൾ എഴുതിയിട്ടില്ല. A എന്ന് പറയുന്നത് ഏരിയ അല്ലേ, അത് ഹെക്ടേഴ്സിലാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്കതിന് ക്യൂവിന് ക്യുമെക്കിലോട്ടാണല്ലോ വേണ്ടത്. കൺവേർഷൻ ചെയ്യുമ്പോൾ 10⁴ എന്നായി. ഇൻറ്റു I എന്ന് പറയുന്നത് എന്താണ്, ഇംപെർമിബിലിറ്റി ഫാക്ടറാണ്. അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല, അപ്പോൾ I എന്ന് അങ്ങ് ഇട്ടു. R എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, അത് mm/hourലാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പക്ഷേ ഇപ്പോൾ ക്യുമക്കിലാക്കണമല്ലോ. അപ്പോൾ ക്യുമക്കാക്കുമ്പോൾ MM-നെ മീറ്റർ ആക്കണം. നമ്മൾ /1000 ചെയ്തു. ഇൻറ്റു അത് mm/hour ആയിരുന്നു, നമുക്ക് സെക്കൻഡ് വേണം. അപ്പോൾ ഇൻറ്റു 3600 ചെയ്തു. അപ്പോൾ ആ വാല്യൂസ് എല്ലാം കട്ടൊക്കെ ചെയ്ത് പോയി കഴിയുമ്പോൾ ബാക്കി എന്താവും, AIR / 360 എന്നാവും. ഓക്കെ, ഈ AIR / 360 എന്നാവും. ഇനിയും ഇതിലെ A × I എന്ന് പറയുന്നത് A∩i അങ്ങനെ എഴുതാലോ. നമ്മളിവിടെ പറഞ്ഞു A × I എന്ന് പറഞ്ഞാൽ AI ആണ്. പിന്നെ RI അതേപോലെ എഴുതി / 360. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, K എന്ന് പറയുന്നത് എത്രയാണ്, 1/360 ആണ് എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ ഇതാണ്. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, Q = AIR / 360. ഓക്കെ, ഇനി ദ റാഷണൽ ഫോർമുല, ഈ ഒരു ഫോർമുല ഈസ് ഓൾസോ സംടൈംസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോളോയിങ് ടേംസ്. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ I ഇല്ലേ, ഐക്ക് പകരം ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ C വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ, അതാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ACR / 360 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സെയിം തന്നെയാണ്, ഒരു ഡിനോട്ട് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സിലുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ സീനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റൺ ഓഫ് എന്നും വേണേൽ പറയാം, അല്ലെങ്കിൽ ഇംപെർമിബിലിറ്റി ഫാക്ടർ എന്നും വേണേൽ പറയാം. ഓക്കെ, if however Q is expressed in liters per second. ഇനി നമുക്ക്
ക്യൂ എന്ന് പറയുന്നത് ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് വേണ്ടതെങ്കിൽ എ എന്ന് പറയുന്നത് ഹെക്ടറിലും ആർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ അവറിലുമാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ആ ക്യൂവിനൊരു ഇക്വേഷൻ ഉണ്ടാക്കണ്ടേ. അപ്പം എ എന്ന് പറയുന്നത് ഹെക്ടറിലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമുക്കതിനെ മീറ്ററിലോട്ട് കൊണ്ടുവരുന്നത് 10⁴ ഇൻറ്റു എ, പിന്നെ ഐ അതേപോലെ എഴുതി ഇൻറ്റു RI ഡിവൈഡ് ബൈ RI എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ അവറിലാണ്. അപ്പം അതിനെ മീറ്ററിലാക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 100 ഇൻറ്റു 3600 ചെയ്തു. അത് ഇൻറ്റു 1000 ചെയ്തു. കാര്യം നമുക്ക് ലിറ്റേഴ്സിലോട്ടാണ് വേണ്ടത്, മീറ്റർ ക്യൂബിലായും കിട്ടുന്നത്. അപ്പം ലിറ്റേഴ്സിലോട്ട് വേണം, ഇൻറ്റു 1000 ചെയ്തു. അതെല്ലാം കട്ട് ചെയ്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് 28 AIR എന്ന് വരും. Q = 28 AIR. അപ്പം ഇങ്ങനെ ഒരു വാല്യൂ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് വേണ്ടതെങ്കിൽ 1/360 AIR എന്ന് എഴുതാം. ഓക്കെ, ലിറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഇക്വേഷൻ. അപ്പം ഞാൻ ബോക്സിലാക്കിയ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എല്ലാം സെയിം തന്നെയാണ്, യൂണിറ്റ് കൺവേർഷൻ വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഇതാണ് റാഷണൽ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടു എന്തൊക്കെയാണ്, കാഷ്മെന്റ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, ഇംപെർമിലിറ്റി ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിപ്പെൻഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ദ 3 factors in equation are catchment area, impermeability factor and intensity of rainfall. The catchment area served by a given stormwater sewer can be found directly from the map of the town showing the position of street, houses, playground, sewer, etc. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്ന സീവർ പോകുന്ന ഒരു ഏരിയ ടൗൺ ഉണ്ടാവുമല്ലോ, ആ ടൗണിൻ്റെ കാഷ്മെന്റ് ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് അവിടുത്തെ ആ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ കാഷ്മെന്റ് ഏരിയ തന്നെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്, ഐ എന്ന ഫാക്ടർ, ഇംപെർമിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് ടൈപ്പ് ഓഫ് സർഫസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഐ എന്ന ഇംപെർമിബിലിറ്റി ഫാക്ടർ. ഓക്കെ, ദ ഇംപെർമിബിലിറ്റി ഫാക്ടർ, ദ സ്റ്റോം വാട്ടർ ഫ്ലോസ് depends upon the imperviousness of the surface over which the rainfall takes place. ഓക്കെ, അപ്പം സ്റ്റോം വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ആ ഏത് സർഫസിൽ കൂടെയാണോ റെയിൻഫോൾ വീണത് അവിടുത്തെ ആ ഒരു സർഫസിൻ്റെ ഇംപെർവിയസ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ വെള്ളം വലിച്ചെടുക്കുകയോ ഇല്ലയോ അതിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ ഇംപെർമിലിറ്റി ഫാക്ടർ പറയുന്നത് എത്രയാണെന്നുള്ളത്. ഇഫ് ദി ഗ്രൗണ്ട് ഇസ് റിലേറ്റീവ്ലി ഇംപെർവിയസ് എന്ന് വെച്ചാൽ ഒട്ടും വെള്ളം വലിച്ചെടുക്കാത്തതാണെങ്കിൽ മോർ റൺ ഓഫ് ടേക്സ് പ്ലേസ് അല്ലേ. ഒട്ടും വെള്ളം വലിച്ചെടുക്കുന്നില്ലെങ്കിൽ ആ വരുന്ന റെയിൻഫോൾ മൊത്തം റൺ ഓഫ് ആയിട്ടാണ് പോകുന്നത്. ദ പെർസെൻറ്റേജ് ഓഫ് റെയിൻ വാട്ടർ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി ഫോം ഓഫ് റൺ ഓഫ് ഈസ് നോൺ ആസ് റൺ ഓഫ് കോഎഫിഷ്യൻ ഓർ ഇംപെർമിബിലിറ്റി ഫാക്ടർ. ഓക്കെ, ഇനിയും ഒരു ടേബിളുണ്ട്, മാനുവലുള്ളതാണ്. ടൈപ്പ് ഓഫ് ലൊക്കാലിറ്റി അനുസരിച്ച് നമുക്ക് ഫാക്ടർ ഐ പറയാൻ പറ്റും. ബിസിനസ് ഏരിയ ആണെങ്കിൽ 0.85 ആയിരിക്കും ഐയുടെ വാല്യൂ, ഏരിയ ക്ലോസ്ലി ബിൽഡ് ആണെങ്കിൽ 0.75. അങ്ങനെ ഓരോ വാല്യൂസ് ഓരോ ടൈപ്പ് ഓഫ് ലൊക്കാലിറ്റിക്കും ഐയുടെ വാല്യൂ വ്യത്യാസം വരും. ഓക്കെ, ഇനി വേറൊരു കാര്യമാണ്, ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു വലിയൊരു ടൗൺ കൺസിഡർ ചെയ്യുമ്പം ആ ടൗൺ ഫുള്ളും ഒരേ ഐയുടെ വാല്യൂ ആയിരിക്കില്ല. കാര്യം ഒരു ഏരിയയിൽ തന്നെ പല ടൈപ്പ് ഓഫ് സർഫസ് കാണും. അപ്പം സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ദ ആവറേജ് ഇംപെർമിബിലിറ്റി ഫാക്ടർ. Okay, as stated earlier, a catchment area may consist of various types of surfaces for which different impermeability factors are applicable. Okay, അപ്പോൾ ഒരു ഏരിയ എന്ന് പറയുന്നത് പല സർഫസ് കൂടുന്നതാണ്, അപ്പം പലതിനും പല ഇംപെർമിബിലിറ്റി ഫാക്ടർ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇനി നമുക്ക് ആവറേജ് ഇംപെർമിബിലിറ്റി ഫാക്ടർ വാല്യൂ കിട്ടണം അല്ലേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി A1, A2, A3 എക്സെട്ര എന്ന് പറയുന്നത് ഓരോ ഒരു കാഷ്മെന്റ് ഏരിയയിലെ പല സർഫസിന്റെ ഏരിയ എന്ന് വിചാരിക്കുക. I1, I2, IN എന്ന് പറയുന്നത് ആ പല സർഫസിന്റെയും ഇംപെർമിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംപെർമിബിൾ ഏരിയ കിട്ടണമെങ്കിൽ എന്തെടുക്കണം, A1 ഇൻറ്റു I1 പ്ലസ് A2 ഇൻറ്റു I2, അങ്ങനെ കറസ്പോണ്ടിങ് വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തത്തിലുള്ള സം ചെയ്യുമ്പോൾ നമുക്ക് ഇംപെർമിബിൾ ഏരിയ കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ് ആവറേജ് ഇംപെർമിബിലിറ്റി ഫാക്ടറാണ് വേണ്ടത് അല്ലേ. അപ്പം ഇപ്പോൾ പറഞ്ഞ വാല്യൂസ് A1 ഇൻറ്റു I1 പ്ലസ് A2 ഇൻറ്റു I2 അതിൻ്റെ ആ സം ഡിവൈഡഡ് ബൈ താരെ എന്തെടുക്കണം, ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 എക്സെട്ര. അപ്പം ഡിവൈഡ് ബൈ ആ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. നമുക്ക് ഒരു ടൗണിലെ പല സർഫസിൻ്റെ ഏരിയാസ് വരും, ഓരോന്നിൻ്റെ ഐയുടെ വാല്യൂ വരും, ആവറേജ് കണ്ടുപിടിക്കാൻ പറയും. ഒന്നുമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ സം ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, അതിൻ്റെ സം ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഐ ആവറേജ് കിട്ടും. അടുത്ത എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റാഷണൽ ഫോർമുല, ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, ആറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ദ വാല്യൂ
of factor Ri, that is intensity of rainfall in mm per hour or centimeter per hour, can be worked out from the rainfall record of the area. ഓക്കെ, റെയിൻഫോൾ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് അവിടുത്തെ റെയിൻഫോൾ റെക്കോർഡ് ഓഫ് ദി ഏരിയ, ആ ഏരിയയുടെ റെയിൻഫോൾ റെക്കോർഡ് കാണും, അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഒന്നെങ്കിൽ സെൻറ്റിമീറ്റർ പെർ അവറിലായിരിക്കും അല്ലെങ്കിൽ പെർ അവറിലായിരിക്കും കിട്ടുന്നത്. ഹൗവർ ആർ ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി ആൻഡ് ദി ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം. അതേപോലെ തന്നെ ആറിൻ്റെ വാല്യൂ അവിടുത്തെ ഫ്രീക്വൻസിനെ, സ്റ്റോമിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര നാൾ കൂടുമ്പോഴാണ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണോ മഴ പെയ്യുന്നത്, അവിടുത്തെ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ആ റെയിൻഫോളിൻ്റെ ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യും, ആറിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം അത് രണ്ടും എന്താണെന്ന് നോക്കാം, ഫ്രീക്വൻസി എന്താണെന്നും ഡ്യൂറേഷൻ എന്താണെന്ന് നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് സ്റ്റോം ഫോർ വിച്ച് ദ സീവേഴ്സ് ആർ ടു ബി ഡിസൈൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡ്രെയിനേജ് ഏരിയ. ഓക്കെ, അപ്പം ഡ്രെയിനേജ് ഏരിയയുടെ ഇമ്പോർട്ടൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സീവർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൊമേഴ്ഷ്യൽ ആൻഡ് ഹൈലി പ്രൈസ്ഡ് ഏരിയ ആണെങ്കിൽ, ഒത്തിരി ബിൽഡിങ്സും കടകളും നല്ല സിറ്റി ഏരിയ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഫ്ലഡിങ് അധികം ഉണ്ടാകാൻ പാടില്ല അല്ലേ, കാര്യം അച്ചിരി ഹൈ ക്ലാസ് ഏരിയ ആണ്. അപ്പോൾ അവർ അവിടെ അധികം ഫ്ലഡിങ് ഉണ്ടാകാത്ത രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. കമ്പയർ ടു ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ അവിടെ നമ്മളിപ്പോൾ സീവർ കൊടുക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് കൊടുക്കത്തില്ല. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ ഏരിയ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒട്ടും ഫ്ലഡിങ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവിടെ സീവേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം മാനുവൽ സജസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് രണ്ടായിട്ട് പറയാം. പെരിഫറൽ ഏരിയാസിലൊക്കെ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും അവിടുത്തെ സ്റ്റോം ഉണ്ടാകുന്നത്, റെയിൻഫോൾ ഉണ്ടാകുന്നത്. സെൻട്രൽ ആൻഡ് കമ്പാരിറ്റീവ്ലി ഹൈ പ്രൈസ്ഡ് ഏരിയ ആണെങ്കിൽ നടുക്കത്തെ ഒരു പോർഷൻ, ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ ഒരു ഹൈ ക്ലാസ് ഏരിയയിലൊക്കെ നമ്മൾ ഫ്രീക്വൻസി പറയുന്നത് ഒരു വർഷം ഒരു പ്രാവശ്യമാണ് അവിടുത്തെ സ്റ്റോമിൻ്റെ ഫ്രീക്വൻസി പറയുന്നത്. കൊമേഴ്ഷ്യൽ ആൻഡ് ഹൈ പ്രൈസ്ഡ് ഏരിയ അടുത്തത് അതിൽ പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൂടുമ്പോൾ ഒരിക്കൽ, അങ്ങനെയാണ് ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത് അവർ ഫ്രീക്വൻസിയുടെ. ഓക്കെ, ഇനിയും ഡ്യൂറേഷൻ ഓഫ് സ്റ്റോമിനെ പറ്റി പറഞ്ഞാൽ, ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം ഇസ് ടേക്കൺ ഈക്വൽ ടു ദി ടൈം ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്താണെന്ന് അറിയണമല്ലോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ടൈം ഓഫ് കോൺസെൻട്രേഷൻ is the time required for the runoff to be contributed to the point of concentration from the entire area. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കണേ, ഇതൊരു ഓവൽ ഷേപ്പ്, ഞാൻ ഒരു ഏരിയ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സീവർ പൈപ്പ് പോയിരിക്കുവാണേ. അപ്പം റെയിൻഫോൾ ഇവിടെ ഉണ്ടായി, ഇവിടെ വെള്ളം, ഒരു റെയിൻ ഡ്രോപ്പോ റെയിൻ വാട്ടറിൻ്റെ ഒരു കുറച്ച് വെള്ളം ഇവിടെ വീണു. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്ടർ ഈ ഏരിയ ഇത്രയും ദൂരം പോകുന്നു, ഇത്രയും ദൂരം പോകാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതേ പ്ലസ് ഈ സീവർ ആണല്ലോ ഇത് സീവറിൻ്റെ ഇൻലെറ്റിലൂടെ കൂടെ വെള്ളം കയറി. ഇനി ആ ഇൻലെറ്റിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ പോയിന്റ് വരെ എത്താൻ ഒരു ടൈം എടുക്കുമല്ലോ. ഇവിടം വരെ എടുക്കാൻ കുറച്ച് ടൈം എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും കുറച്ച് ടൈം എടുത്തു. ആ ഒരു ടൈമിനെയാണ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സീവറിൻ്റെ ഒക്കെ ഡിസൈൻ്റെ കേസിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം, റെയിൻഫോളിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ടൈം ഓഫ് കോൺസെൻട്രേഷന് ഈക്വൽ ആക്കിയാണ് നമ്മൾ സീവർ ഡിസൈനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഫിഗർ നോക്കിയേ. ഇത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി കേർവ് ആണ്. ഇത് മാനുവലിൽ നിന്ന് കിട്ടുന്ന ഒരു കേർവ് ആണ്. Figure 3.8 shows typical rainfall intensity curves for various frequency of storm. പല ഫ്രീക്വൻസി ഓഫ് സ്റ്റോമിന് ഉള്ള കേർവ്സ് കാണിച്ചിട്ടുണ്ട്. ഇപ്പം എ എന്ന് പറയുന്നത് കേർവ് 5 ഇയർ കേർവ് ആണ്. 5 ഇയർ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റോമിൻ്റെ കേർവ്, 10 ഇയർ കൂടുമ്പോൾ, 15 ഇയർ കൂടുമ്പോൾ, അതിൽ കൂടുതൽ മാക്സിമം ഇയർ ഒത്തിരി നാൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന റെയിൻഫോളിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് കേർവ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ദ വാല്യൂ ഓഫ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫോർ എനി ഗിവൺ ടൈം ഓഫ് കോൺസെൻട്രേഷൻ. അപ്പം താഴത്തെ എക്സ് ആക്സസ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ വൈ ആക്സസ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ ഇപ്പം 10 മിനിറ്റ്സ് നേരെ അത് ഒരു ബി കേർവിലോട്ട്, ഇപ്പം നമുക്ക് 10 ഇയർ കൂടുമ്പോഴാണ് അവിടെ സ്റ്റോം ഉണ്ടാകുന്നത്. അവിടുത്തെ ടൈം ഓഫ് കോൺസെൻട്രേഷൻ 10 മിനിറ്റ്സ് ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി കണ്ടെങ്കിൽ എന്തെടുക്കണം, ഈ 10ൽ നിന്ന് ഈ ബി കേർവിലോട്ട് ടച്ച് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വാല്യൂ നമ്മൾ റീഡ് ചെയ്യും. അപ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു കേർവിൽ നിന്ന് വേണമെങ്കിൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. വേർ റെയിൻഫോൾ റെക്കോർഡ്സ് ആർ നോട്ട് അവൈലബിൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു റെക്കോർഡ് അവൈലബിൾ അല്ലാത്ത കേസിൽ ദ ഫോളോയിങ് എംപിറിക്കൽ ഫോർമുല മേ ബി യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടിംഗ് RI.
ഈ ഇങ്ങനത്തെ കേർവ്സോ അല്ലെങ്കിൽ റെയിൻഫോൾ ഇന്റൻസിറ്റിയുടെ വാല്യൂസോ അങ്ങനെ റെക്കോർഡൊന്നും ഇല്ലാത്ത കേസിൽ നമുക്ക് എന്തെടുക്കണം, എംപിറിക്കൽ ഫോർമുലാസ് ഉണ്ട് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇൻ ഓൾ ദി ഫോർമുല, ഇനി നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്ന എല്ലാ ഫോർമുലയിലും ഉള്ള ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ചാൽ റെയിൻഫോൾ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം ടി ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ ഷോർട്ടർ ആകുമ്പോൾ എന്തായിരിക്കും, ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഗ്രേറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് സമയമേ അവിടെ റെയിൻഫോൾ ഉണ്ടാവുന്നുള്ളെങ്കിൽ ആ അത്രയും സമയം കൊണ്ട് റെയിൻഫോളിന്റെ ഇന്റൻസിറ്റി ഒത്തിരി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ റെക്കോർഡൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എംപിറിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടി വരും ആർ കണ്ടുപിടിക്കാൻ. അതിനുള്ള വാല്യൂസ് ആണ് ആ സ്ലൈഡ് ഞാൻ അടുത്തത് കാണിക്കാം. ഓക്കെ, ഇതാണ് ആറ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ്, എംപിറിക്കൽ ഫോർമുലാസ്. ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, ആർ ഐ ഈക്വൽ ടു 25.4 A ഡിവൈഡ് ബൈ ടി പ്ലസ് ബി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ എയും ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്നത് റെയിൻഫോൾ ഇന്റൻസിറ്റി ഇൻ mm/hour ആണ്, ടി എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം അല്ലെങ്കിൽ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ആണ്, അതിന് മിനിറ്റ്സിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കണേ. ക്വസ്റ്റൻ ചിലപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ വെച്ചിട്ട് അങ്ങനെ പറയത്തുള്ളൂ, അപ്പം നമ്മൾ ഈ ഇക്വേഷൻ അപ്പം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇനി എയുടെയും ബിയുടെയും വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റോം നമുക്ക് ക്വസ്റ്റൻ തരും 5 to 20 മിനിറ്റിന് ഇടയ്ക്കാണെങ്കിൽ എയുടെ വാല്യൂ 30യും ബിയുടെ വാല്യൂ 10ഉം എടുക്കണം. 20യുടെയും 100ന്റെ ഇടയ്ക്കാണെങ്കിൽ 40യും 20 എടുക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫോർമുല. ഇനിയും ഫോർ ഏരിയാസ് ഓഫ് ഹെവി ആൻഡ് ഫ്രീക്വന്റ് റെയിൻഫോൾ. ഓക്കെ, ഹെവി ആൻഡ് ഫ്രീക്വന്റ് റെയിൻഫോൾ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ ആറെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇവിടെ ആപ്പാടെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ടി ആണ്. ടിയുടെ വാല്യൂ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ദ എബോവ് ഫോർമുല ഗീവ്സ് റെയിൻഫോൾ ഇന്റൻസിറ്റി ഓഫ് ഫ്രീക്വൻസി 1 in 5. ഇത് 1 in 5 years കൂടുമ്പോൾ ഉള്ള സ്റ്റോമിന്റെ ഒരു വാല്യൂ ആണ്, ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും 1 in a year ആണ് സ്റ്റോം എങ്കിൽ ആറിന്റെ ഇക്വേഷൻ 150 ഡിവൈഡ് ബൈ ടി റേസ് ടു 0.625. ഓക്കെ, ഇനിയും 10 years ആകുമ്പോൾ ഇക്വേഷൻ, പിന്നെ വേറൊരു ഇക്വേഷൻ ആണ് എംപിറിക്കൽ. പല പല ഫോർമുലാസ് ഉണ്ടല്ലോ. എംപിറിക്കൽ ഫോർമുല അടുത്ത ഒന്ന് ഫോർ സ്റ്റോം ഒക്കോറിങ് 1 in 10 years ആകുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്. 15 years ആകുമ്പോൾ വാല്യൂസിൽ മാറ്റം വരും. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ടി എന്നൊരു വാല്യൂ മാത്രം കൊടുത്താൽ മതി, ഡ്യൂറേഷൻ കൊടുത്താൽ മാത്രം മതി. ജനറൽ ഫോർമുലയിൽ മാത്രമാണ് പിന്നെ എയും ബിയും എന്നൊരു കോൺസ്റ്റന്റ് വന്നത്. ഓക്കെ, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇക്വേഷനും ഈ ഇക്വേഷനെങ്കിലും പഠിച്ചിരിക്കണം. മറ്റൊന്നും അധികം ചോദിക്കത്തില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു തിയറി പോലെ എഴുതാൻ വന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എംപിറിക്കൽ ഫോർമുലാസ് ഫോർ കാൽക്കുലേറ്റിംഗ് RI. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം ഞാൻ സ്റ്റോം വാട്ടർ ഫ്ലോ എന്താണെന്നുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ എംപിറിക്കൽ മെത്തേഡിലും കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു, റാഷണൽ മെത്തേഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ദ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി ലോങ്ങസ്റ്റ് ടൈം without unreasonable delay that will be required for a drop of water to flow from the farthest point of the drainage area to the point of concentration. In other words, it is the time required for the flood discharge to reach to a maximum limit. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ, ഇവിടെ ഒരു റെയിൻ ഡ്രോപ്പ് വന്നെങ്കിൽ അതിന് ഇവിടെ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടം തൊട്ട് ഇവിടം വരെ കയറുന്നതിന് നമുക്ക് TE ടൈം ഓഫ് എൻട്രി എന്നും, ഈ ഒരു സീവറിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടം തൊട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെ എത്തുന്നതിന് നമുക്ക് TF ടൈം ഓഫ് ഫ്ലോ എന്ന് പറയാം. എന്നിട്ട് രണ്ടിൻ്റെ സം ആയിരിക്കും ടൈം ഓഫ് കോൺസെൻട്രേഷൻ TC എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെ റെയിൻഫോൾ ജസ്റ്റ് സ്റ്റാർട്ട്സ് ഓൾ ഓവർ ദി കാച്ച്മെന്റ് ഏരിയ സൈമുൾട്ടേനിയസ്ലി ദ റെയിൻ ഡ്രോപ്പ് ഫോളിംഗ് ജസ്റ്റ് നിയർ ദി സീവർ ഇൻലെറ്റ് വിൽ എൻ്റർ ദി സീവർ ഫസ്റ്റ്. ഓക്കെ, അപ്പം ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ റെയിൻഫോൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം റെയിൻഫോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം സീവറിൻ്റെ അടുത്ത് വീഴുന്ന റെയിൻഫോൾ ആയിരിക്കുമല്ലോ ആദ്യമേ സീവറിലോട്ട് എത്തുന്നത്, അല്ലേ? ദ റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് ദിസ് സ്റ്റേജ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ, മഴ പെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജിൽ എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? കുറവായിരിക്കും, അല്ലേ? കാര്യം മഴ പെയ്ത് ഇങ്ങനെ റൺ ഓഫ് ആയിട്ട് ഇങ്ങ് വരണമല്ലോ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും.
ബട്ട് ഇറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ആസ് മോർ ആൻഡ് മോർ ഏരിയ കോൺട്രിബ്യൂട്ട് ടു ദി ഫ്ലോ. അപ്പം കുറേ സമയമെടുത്ത് കുറേ ഏരിയ ഉണ്ടെങ്കിൽ, ഇപ്പം ഇച്ചിരി വലിയൊരു ഏരിയ ആണെങ്കിൽ എല്ലാ ഏരിയയിൽ നിന്നും സീവറിലോട്ട് എന്താണ് വാട്ടർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ എന്താണ് അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ കൂടും. മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സീവറിലോട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായിരിക്കും. പക്ഷെ കുറേ സമയം എടുത്ത് കുറച്ച് ടൈം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഈ ഏരിയ കുറച്ച് വലുതാണെങ്കിൽ പല സ്ഥലത്തു നിന്ന് വെള്ളം വരുമ്പോഴേക്കും റേറ്റ് കൂടും. ഓക്കെ, finally, when the whole area is contributing, maximum rate of runoff will be obtained, which will be equal to the rate of precipitation over the whole area of the impervious area. എന്ന് വെച്ചാൽ ഹോൾ ഏരിയ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടുത്തെ ആ ഒരു റൺ ഓഫ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ റെയിൻ വാട്ടറിന്റെ ഒരു ഫ്ലോന്റെ ആ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം ആയിരിക്കും. ഓക്കെ, ദ ടൈം റിക്വയർഡ് ഫ്രം ദി ബിഗിനിങ് ഓഫ് റെയിൻഫോൾ ടു ദി വൺ കറസ്പോണ്ടിങ് ടു ദി അച്ചീവ്മെന്റ് ഓഫ് മാക്സിമം റേറ്റ് ഓഫ് റൺ ഓഫ് ഇസ് കോൾഡ് ടൈം ഓഫ് കോൺസെൻട്രേഷൻ. പല പല ഒരു ഡെഫിനേഷൻസ് ആണ്. ജസ്റ്റ് റെയിൻഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ആ ഏരിയയിൽ റൺ ഓഫിന്റെ വാല്യൂ മാക്സിമം ആകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെ നമുക്ക് ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇതിന് പല ഡെഫിനേഷൻസ് ആണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ ബേസിക് ഡെഫിനേഷൻ എങ്കിലും പഠിച്ചാൽ മതി. ദിസ് മാക്സിമം റേറ്റ് ഓഫ് റൺ ഓഫ് വിൽ കണ്ടിന്യൂ ടിൽ ദി റെയിൻഫോൾ സ്റ്റോപ്പ്. ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് റെയിൻഫോൾ സ്റ്റോപ്പ് ചെയ്യുന്നവരെ ആ ഒരു മാക്സിമം റേറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആഫ്റ്റർ ദാറ്റ് ദ റൺ ഓഫ് വിൽ ഗ്രാജുവലി ഡിസ്ക്രീസ്. എന്ന് വെച്ചാൽ റെയിൻഫോൾ സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ പിന്നെ അവിടെ ഒഴുക്കൊന്നും ഇല്ല, അപ്പോൾ പിന്നെ അവിടുത്തെ റൺ ഓഫ് സ്റ്റോപ്പ് ആവും. ദ ടൈം ഓഫ് കോൺസെൻട്രേഷൻ കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്. ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം കൂടുന്നതാണ്. ടൈം ഓഫ് എൻട്രി TEയും ടൈം ഓഫ് ഫ്ലോ TFും ആണ്. ടൈം ഓഫ് എൻട്രി എന്താ ഞാൻ പറഞ്ഞു, ഇസ് ടൈം ടേക്കൻ ബൈ ദി റെയിൻഫോൾ ടു റൺ ഫ്രം ദി മോസ്റ്റ് ഡിസ്റ്റന്റ് പോയിന്റ്. ഏറ്റവും ദൂരത്ത് നിന്ന് സീവറിന്റെ ഇൻലെറ്റ് വരെ എത്തുന്നതിനുള്ള ആ ടൈമിനെയാണ് ടൈം ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കുറെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചാണ് ആ ടിയുടെ വാല്യൂ പറയുന്നത്. ഓക്കെ, എ നോർമൽ പ്രാക്ടീസ് ഈസ് ടു അസ്യൂം ഇറ്റ് ബിറ്റ്വീൻ 3 to 20 minutes. അപ്പോൾ ഒരു നോർമൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ 3 to 20 minutes ഇടയ്ക്ക് ഏതെങ്കിലും വാല്യൂ ആയിരിക്കും നമ്മൾ മിക്കവാറും ടിയുടെ വാല്യൂ ആയിട്ട് പറയുന്നത്. ദ ലോവർ വാല്യൂ ബീങ് അഡോപ്റ്റഡ് ഫോർ ദി സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പ്. ഏറ്റവും നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ആണെങ്കിൽ പെട്ടെന്ന് എത്തും അല്ലേ. അപ്പം 3 minutes എന്നൊക്കെ പറയുന്നത് ഏറ്റവും സ്റ്റീപ്പസ്റ്റ് സ്ലോപ്പിൽ കൊടുക്കുന്നതും 20 minutes എന്ന് പറയുന്നത് ഒത്തിരി ഗ്രാസി പ്ലോട്ടാണ്. എന്ന് വെച്ചാൽ ഒത്തിരി പുല്ലും വെജിറ്റേഷൻസ് ഒക്കെ ഉള്ളതെങ്കിൽ ആ ഡ്രോപ്പിന് വെള്ളത്തിന്റെ ആ ഒരു എമൗണ്ടിന് ദൂരത്ത് നിന്ന് ആ സീവറിന്റെ അവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ 20 minutes ഒക്കെ ആയിരിക്കും. അല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ 3 minutes ആയിരിക്കും. അപ്പം 3 to 20 minutes ഇടയ്ക്ക് ഏതെങ്കിലും വാല്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ ടൈം ഓഫ് എൻട്രി ആയിട്ട് കൊടുക്കാറ്. ഇനി time of flow. The time of flow is the time required for the flow of water in the sewer to the point under കൺസിഡറേഷൻ. എന്ന് വെച്ചാൽ സീവറിൽ കൂടെ ആ വാട്ടറിന് ഫ്ലോ ചെയ്യേണ്ടി വരുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ എന്തുമാത്രം ടൈം എടുത്തു, അതാണ് ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്തെടുക്കണം, ഒന്നുമില്ലല്ലോ. TF അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്തിൻ ദി സീവർ ഡിവൈഡ് ബൈ എന്താണ് വെലോസിറ്റി, എന്ത് വെലോസിറ്റിയിലാണ് പോയത് ഡിവൈഡ് ബൈ വെലോസിറ്റി നമുക്ക് TF കിട്ടും അല്ലേ. അപ്പം ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് TE + TF ആണ്. It is noted that larger the catchment, longer will be the time of concentration. വലിയ ഏരിയ ആണെങ്കിൽ അവിടുത്തെ TCയുടെ വാല്യൂ ഗ്രേറ്റർ ആയിരിക്കും. It is generally considered that maximum runoff occurs when the duration of storm is equal to the time of concentration. ഡ്യൂറേഷൻ ഓഫ് സ്റ്റോമും ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഈക്വൽ ആവുമ്പോൾ അവിടുത്തെ റൺ ഓഫും മാക്സിമം ആയിരിക്കും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഓഫ് കോൺസെൻട്രേഷൻ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ സ്റ്റോം വാട്ടർ ഫ്ലോ 2 മെത്തേഡിൽ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതല്ലേ. ഒന്ന് എന്തായിരുന്നു, റാഷണൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു, Q = 1/360 AIR എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എംപിരിക്കൽ ഫോർമുലേഴ്സ് ആണ് പറയുന്നത്. ഇതും പല പല ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഇക്വേഷൻസ് ആണ്. ഇതിൽ ഒരു 3-4 എണ്ണെങ്കിലും പഠിച്ചു വെക്കണം. ഇനി പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇന്ന മെത്തേഡിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് അത് അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ മാക്സിമം എഴുതി പഠിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ റാഷണൽ ഫോർമുല നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഒരു 400 hectares ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പം മാക്സിമം 400 hectares ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ റാഷണൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലും വലിയ ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ എംപിരിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം എംപിരിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോഴും പല പല കണ്ടീഷൻസ് കാണും. ഓക്കെ, അപ്പം
ആ എംപിരിക്കൽ ഫോർമുലയിൽ നമ്മൾ കുറേ വേരിയബിൾസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കാച്ച്മെന്റ് ഏരിയ എ ഇൻ ഹെക്ടേഴ്സ്, റേറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ MM/ഹവറിലായിരിക്കും, റിലേറ്റീവ് ഇംപെർവിയസ്നെസ്, പിന്നെ സ്ലോപ്പ്, ഗ്രൗണ്ടിന്റെ സ്ലോപ്പ് എസ് നമ്മൾ കൺസിഡർ ചെയ്യും. അത് മീറ്റേഴ്സ്/100 മീറ്റർ ലെന്തിലായിരിക്കും നമ്മൾ എസിന്റെ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ഫോർമുലാസ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ബുർക്ലിംഗ് സിംഗ്ലർ ഫോർമുല. ഇത് ഏർലിയസ്റ്റ് ഫോം ഓഫ് എംപിരിക്കൽ ഫോർമുലയാണ് ഈ നമ്മുടെ ക്യൂ കണ്ടുപിടിക്കാൻ, സ്റ്റോം വാട്ടർ ഫ്ലോണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. സ്വിസ് എഞ്ചിനീയർ ആണ് ഇത് ഒറിജിനലി ഇൻവെന്റ് ചെയ്തത്, പിന്നെ അത് US അഡോപ്റ്റ് ചെയ്തു. ഇക്വേഷൻ ആണ് Q = 296 CRA ബ്രാക്കറ്റിൽ S/A the whole raised to 1/4. ഓക്കെ, ഇതിൽ Q എന്ന് പറയുന്നത് എന്താണ്? റൺ ഓഫ്, അത് ലിറ്റേഴ്സ് പെർ സെക്കൻഡിലായിരിക്കും. RI എന്ന് പറയുന്നത് അവിടുത്തെ റെയിൻഫോളിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും MM/ഹവറിൽ. A എന്ന് പറയുന്നത് കാച്ച്മെന്റ് ഏരിയ ഇൻ ഹെക്ടേഴ്സ്. S എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, അത് മീറ്റേഴ്സ്/1000 മീറ്ററിലായിരിക്കും പറയുന്നത്. C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എ കോൺസ്റ്റന്റ് എക്സ്പ്രസിങ് ദി നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്. ഇംപെർവിയസ്നെസ്സിനെ കാണിക്കുന്ന I ഇല്ലേ, അത് തന്നെ. അപ്പം അതിന്റെ വാല്യൂ നമ്മൾ 0.5-ന്റെയും 0.9-ന്റെയും ഇടയ്ക്കായിരിക്കും എടുക്കുന്നത്. സാധാരണ നമ്മൾ 0.7 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് എംപിരിക്കൽ ഫോർമുല. ഇനി വേറൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ മാക്മാസ് ഫോർമുല. ഇതും US നമ്മൾ ഡിവൈസ് ചെയ്തത്. അതിന്റെ നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലെ C എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ 0.3-ന്റെയും 0.9-ന്റെയും ഇടയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. 0.75 ആണ് സാധാരണ നമ്മൾ ആവറേജ് വാല്യൂ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മെറ്റ്കാഫ് ആൻഡ് എഡീസ് ഫോർമുല Q കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ 3 മെത്തേഡും ഇവിടെ ഈ 3 മെത്തേഡിൽ നമുക്ക് ഒരു എന്താണ് എയുടെയും എസിന്റെ ഒക്കെ ഒരു വാല്യൂസ് മാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലെ ഈ 3 മെത്തേഡിലും. അതേപോലെ തന്നെ ഈ 3 മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ 800 ഹെക്ടേഴ്സിനുള്ളിലാണെങ്കിൽ നമുക്ക് ഈ 3 മെത്തേഡ്സിൽ ഏതിലൊന്നും യൂസ് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ ഏരിയ ആണെങ്കിൽ എന്തെടുക്കണം എന്നുള്ളതാണ് അടുത്ത ഫോർമുലാസ്. അപ്പൊ ഈ 3 ഫോർമുലാസ് ഒരു ഏരിയയുടെ ലിമിറ്റ് ഒരു 800 ഹെക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ 3 മെത്തേഡ്സ് ഇക്വേഷനിൽ ഏതിലൊന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് മോർ ദാൻ ദാറ്റ്, ആ ഒരു ഏരിയക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഇനിയും പറഞ്ഞ വാല്യൂ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഒന്ന് ടാനിങ്സ് ഫോർമുല 3125 AK the whole raised to 5/8. AK എന്ന് പറയുന്നത് ഏരിയ ഇൻ സ്ക്വയർ കിലോമീറ്ററിലാണ്. പിന്നെ ടാൽബോട്ട് ഫോർമുലയുണ്ട്, ഡിക്കൻസ് ഫോർമുലയുണ്ട്. ഓക്കെ, ഇതിൽ C എന്നൊരു നൊട്ടേഷൻ ഉണ്ട്. അപ്പം അത് ലാർജ് ഏരിയ ആണെങ്കിൽ 250, ആവറേജ് സൈസ് ഏരിയ ആണെങ്കിൽ 850, സ്മോൾ ഏരിയ ആണെങ്കിൽ 1600 എടുക്കാം. പിന്നെ റൈസ് ഫോർമുലയുണ്ട്, ഇതിൽ സിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, റേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഫോർമുലയുണ്ട്. അങ്ങനെ പല പല ഫോർമുലാസ് ഉണ്ട്. ഇതിൽ 1-2 എങ്കിലും വെച്ച് ഒരു തിയറി ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഇന്ന് തിയറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം എ സർട്ടൻ ഡിസ്ട്രിക്ട് ഓഫ് എ സിറ്റി ഹാസ് എ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ ഓഫ് 50,000 റിസൈഡിങ് ഓവർ ആൻ ഏരിയ ഓഫ് 40 ഹെക്ടേഴ്സ്. അപ്പം 40 ഹെക്ടർ ഉണ്ട് ഒരു സിറ്റി, അവിടുത്തെ പോപ്പുലേഷൻ 50,000 ആണ്. ഫൈൻഡ് ദി ഡിസൈൻ ഡിസ്ചാർജ് ഫോർ ദി സീവർ ലൈൻ ഫോർ ദി ഫോളോയിങ് ഡേറ്റ. അപ്പോൾ ഡിസൈൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം സീവർ ലൈൻ ഉള്ളത്. അവിടുത്തെ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് 200 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. ആവറേജ് ഇംപെർമിലിറ്റി ഫാക്ടർ ഐയുടെ വാല്യൂ 0.3, ടൈം ഓഫ് കോൺസെൻട്രേഷൻ TCയുടെ വാല്യൂ 50 മിനിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ സീവർ ലൈൻ ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ എ ഫ്ലോ ഈക്വലന്റ് ടു ദി വെറ്റ് വെതർ ഫ്ലോ പ്ലസ് ട്വൈസ് ദി ഡ്രൈ വെതർ ഫ്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് വെറ്റ് വെതർ ഫ്ലോ പ്ലസ് 2 × DWF ആയിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് US മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫോർമുല, അത് യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസ്യൂം ദാറ്റ് 75% ഓഫ് വാട്ടർ സപ്ലൈ റീച്ചസ് ഇൻ സീവർ ആസ് വേസ്റ്റ് വാട്ടർ. എന്ന് വെച്ചാൽ വാട്ടർ സപ്ലൈ ചെയ്തതിൽ 75% വേസ്റ്റ് വാട്ടർ ആയി എന്നും കൂടെ അസ്യൂം ചെയ്തേക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒന്നും പറയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടുന്ന വാട്ടറിന്റെ 70-80% അല്ലെങ്കിൽ ഒരു 85% എന്താണ് വേസ്റ്റ് വാട്ടറായി മാറും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ വാല്യൂ ഇപ്പോൾ 75 തന്നിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ആ 70-85 ഇടയ്ക്ക് ഒരു വാല്യൂ അങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? ദ സീവേജ് ഫ്ലോ ഈസ് ഈക്വൽ ടു 75% ഓഫ് ദി റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ അല്ലേ. അപ്പോൾ സീവേജ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവിടുത്തെ വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 200 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. അപ്പം അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ 0.75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ് അവിടുത്തെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ്. നമുക്ക് ഇത് അപ്പം പോപ്പുലേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 50,000 × 150 ചെയ്യുമ്പോൾ
അത്രയും ലിറ്റേഴ്സ് പെർ ഡേ ആയി. നമുക്ക് സെക്കൻഡിൽ വേണം. ഡിവൈഡ് ബൈ 24 × 60 × 60 ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സെക്കൻഡ് കിട്ടി. ഓക്കെ, ഇത്രയും നമ്മുടെ കയ്യിലായ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ DWF ആണ്. കാര്യം ഡ്രൈ വെതർ ഫ്ലോ ആണ്. മഴയുടെ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല ഇവിടെ. ആ ഒരു ഏരിയയിൽ നിന്നുണ്ടാകുന്ന എന്താണ് റെയിൻഫോൾ ഇല്ലാത്ത കേസിൽ ഉണ്ടാകുന്ന സീവേജിന്റെ ഫ്ലോയുടെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DWF ആണ് അത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് US മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫോമിൽ യൂസ് ചെയ്യേണ്ടി വരും. അതെന്തിനാണ്? RI കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ RI എന്ന് പറയുന്നത് 25.4A ഡിവൈഡ് ബൈ T+B എന്നാണ്. ഇതാണ് നമ്മുടെ ഫോമിൽ mm/ഹവറിലായിരിക്കും കിട്ടുന്നത്. T 50 മിനിറ്റ്സും A എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും 40 യും 20 യും. അത് ഞാൻ തിയറി വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ എയും ബിയും അങ്ങനെ കൺസിഡർ ചെയ്യുക. ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത്രയും mm/ഹവർ എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ cm/ഹവറിൽ എഴുതി വെക്കാം. ഇനി നമുക്ക് എന്താണ് DWF കിട്ടി. WWF വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻ എന്താണ്? 28AIR. ഓക്കെ, അല്ലെ എ എന്ന് പറയുന്നത് എത്രയാണ്? 40 ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. I എന്ന് പറയുന്നത് 0.3. RI ഇപ്പം കണ്ടുപിടിച്ചു cm/ഹവറിൽ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമ്മൾ RI cm/ഹവറിലാണ് ഇടേണ്ടത്. അതാണ് ആ വാല്യൂ ഇട്ടിരിക്കുന്നത്. A എന്ന് പറയുന്നത് ഹെക്ടേഴ്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ചെയ്യുമ്പോഴേക്കും അത്രയും ലിറ്റർ/സെക്കൻഡിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് എല്ലാം നോക്കിക്കോണം ഇവിടെയും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലിറ്റർ/സെക്കൻഡ് ആക്കിയത്. ഇത് കിട്ടാൻ പോകുന്നത് ലിറ്റർ/സെക്കൻഡിലായതുകൊണ്ടാണ്. കാര്യം നമുക്ക് അതിനോട് ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വെറ്റ് വെതർ ഫ്ലോ പ്ലസ് ട്വൈസ് ദി ഡ്രൈ വെതർ ഫ്ലോ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാം. DWF-ഉം WWF-ഉം കിട്ടിയാൽ നമുക്ക് Q കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. റേഷ്യോ ഓഫ് DWF ആൻഡ് WWF അവർ ചെയ്തു 1/5.6 കിട്ടി. എന്നുവെച്ചാൽ ആ ഒരു റേഷ്യോ അധികം വലിയതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കമ്പൈൻഡ് സീവർ സിസ്റ്റം അങ്ങ് ഫോളോ ചെയ്യാം. എന്ന് വെച്ചാൽ വെറ്റ് വെതർ ഫ്ലോയിനെയും ഡ്രൈ വെതർ ഫ്ലോയിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന സീവർ സിസ്റ്റത്തിന് ആവശ്യമുള്ളൂ. കാര്യം വലിയൊരു റേഷ്യോ അത് ഉണ്ടായിട്ടില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഇനി അടുത്തത് സിമ്പിൾ പ്രോബ്ലം ആണ്. എ സീവർ ഹാസ് എ കാച്ച്മെന്റ് ഏരിയ ഓഫ് 50 hectares. ഓക്കെ, എസ്റ്റിമേറ്റ് ദി സ്റ്റോം വാട്ടർ ഫ്ലോ കറസ്പോണ്ടിങ് ടു എ റെയിൻഫോൾ ഓഫ് 40 mm ഡ്യൂറിങ് എ ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് 30 minutes. TCയുടെ വാല്യൂ 30 മിനിറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ റെയിൻഫോൾ അല്ലെങ്കിൽ ഇന്റൻസിറ്റി 40 mm തന്നിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദി ഇംപെർവിയസ് ഏരിയ ഇസ് ഈക്വൽ ടു 55% ഓഫ് ദി ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ. അപ്പം ഇംപെർവിയസ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് യൂസ് ലോയിഡ് ഡേവിസ് ഫോമുല. ഇപ്പം നമ്മൾ ഫോമുല പഠിച്ചപ്പോഴേക്കും വെറ്റ് വെതർ ഫ്ലോ കണ്ടുപിടിക്കാൻ ഫോമുല പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അങ്ങനെ പ്രത്യേകിച്ച് തിയറിയിൽ പഠിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. ലോയിഡ് ഡേവിസ് ഫോമുല എന്ന് പറയുന്ന ഫോമുലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആറിൻ്റെ വാല്യൂ 40 mm നമുക്ക് ക്വസ്റ്റ്യനുണ്ട്. TCയുടെ വാല്യൂ 30 മിനിറ്റ് എന്നുണ്ട്. പിയുടെ വാല്യൂ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇംപെർവിയസ് ഏരിയ ഇൻ ഹെക്ടേഴ്സാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അല്ലാതെ 50 hectares എന്നുണ്ട്. അപ്പോൾ അത് ഇൻറ്റു 55% എന്ന് പറയുമ്പം 27.5 hectares കിട്ടി. ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെറ്റ് വെതർ ഫ്ലോ ആയിരിക്കും. 6.1 ക്യുമക്കിൽ കിട്ടും. ലിറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്താൽ മതി. അത്രയും ലിറ്റർ/സെക്കൻഡിൽ കിട്ടും. ഓക്കെ, അപ്പം ലോയിഡ് ഡേവിസ് ഫോമുല ഇൻ കേസ് ചോദിച്ചാൽ ഈ ഫോമുല പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ദ ഫോളോയിങ് ഡാറ്റ ഈസ് അവൈലബിൾ റിഗാർഡിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് ഏരിയ ആൻഡ് കറസ്പോണ്ടിങ് ഇംപെർമിലിറ്റി ഫാക്ടർ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഏരിയയും തരും, അവിടുത്തെ ടൈപ്സും പറയും, ഏരിയാസും പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംപെർമിബിലിറ്റി കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഫോമുല എന്തായിരുന്നു? ഇതായിരുന്നു ഫോമുല അല്ലേ. അതിൽ A1 × I1 A2 × I2. അപ്പോൾ അത് കണ്ടുപിടിക്കാം. 50% ഓഫ് ഏരിയ ആണ്, അതുകൊണ്ടാണ് 0.15A ഇൻറ്റു അവിടുത്തെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I 0.9. അടുത്തത് 0.20 ഇൻറ്റു A ഇൻറ്റു 0.8. അങ്ങനെ ചെയ്ത് എയുടെ ടേംസിലെല്ലാം എഴുതി. കാര്യം A കോമൺ ആയിരിക്കും, ഒരു വാല്യൂ ആയിരിക്കുമല്ലോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ A ചെയ്യണം അല്ലേ. അത് ഡിവൈഡ് ബൈ A ചെയ്ത് കഴിയുമ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ I ആവറേജ് കിട്ടും അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ഡിസ്ട്രിക്റ്റ് 20 hectares, determine the maximum storm water flow for a rainfall intensity of 50 mm/hour. ഏരിയയും ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്റ്റോം വാട്ടർ ഫ്ലോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. പിന്നെ പറഞ്ഞിട്ടുണ്ട് യൂസ് റാഷണൽ ഫോമുല എന്ന്.
റാഷണൽ ഫോമുല ഇതിലൊന്ന് യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഐ ആവറേജ് കണ്ടുപിടിച്ചല്ലോ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോം വാട്ടർ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോമുല AIR/360 ഈ ഒരു ഇക്വേഷൻ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം RI എന്ന് പറഞ്ഞാൽ 50 mm/h എന്ന് ക്വസ്റ്റിനുണ്ട്. ഐ ആവറേജ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എയുടെ വാല്യൂ 20 ഹെക്ടേഴ്സ് എന്നുണ്ട്. അപ്പോൾ എന്തെടുക്കണം? ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹെക്ടേഴ്സിൽ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ 360 ചെയ്യുമ്പോൾ അത്രയും m³ എന്ന് നമുക്ക് കിട്ടും. വേണമെങ്കിൽ L/s കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ആ പ്രോബ്ലം ചെയ്യാം. അതേപോലെ തന്നെ വേറെ പ്രോബ്ലം ആണ്. ദ ഡ്രെയിനേജ് ഏരിയ ഓഫ് 1 sector ഓഫ് എ ടൗൺ ഈസ് 20 hectares. ഒരു ടൗണിലെ ഒരു സെക്ടർ നമ്മൾ കൺസിഡർ ചെയ്തേ, അത് 20 hectares ഉള്ളതാണ്. ആ ഒരു സെക്ടറിനെ പല പല ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹാർഡ് പേയ്മെന്റ്, റൂഫ് സർഫസ്, അൺപേവ്ഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ടോട്ടൽ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ് അത് ഓരോ സർഫസിനും കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ അതിൻ്റെ കോഎഫിഷ്യൻറ്റും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, ഇഫ് ദി ടൈം ഓഫ് കോൺസെൻട്രേഷൻ ഫോർ ദി ഏരിയ ഇസ് 30 minutes, TCയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദി മാക്സിമം റൺ ഓഫ്, യൂസ് ദി ഫോളോയിങ് ഫോമുല ഫോർ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. പിന്നെ ക്വസ്റ്റിനകത്ത് തന്നെ ഒരു ഫോമുല തന്നിട്ടുണ്ട്. ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് RI കണ്ടുപിടിക്കാനും കൂടെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, നേരത്തെ ഇക്വേഷനിൽ ഐയുടെ സ്ഥാനത്ത് C ഉണ്ടെന്നേ ഉള്ളൂ. C1 A1 C2 A2 അതെല്ലാം കണ്ടുപിടിക്കുക. 8 ടേംസ് കിട്ടും. ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ A ചെയ്യുമ്പം C ആവറേജ് കിട്ടി. ഓക്കെ, C ആവറേജോ Cന്നോ എഴുതുക, അല്ലെങ്കിൽ I കൊടുക്കുക. ഓക്കെ, IO അല്ലെങ്കിൽ C വെച്ച് ഡിനോട്ട് ചെയ്യുക, അത്രയും കിട്ടും. ഇനി RI എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനല്ല പറഞ്ഞത്. Tയുടെ വാല്യൂ 30 minutes തന്നിട്ടുണ്ട്. അപ്പം അത്രയും mm/h നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നു. ക്വസ്റ്റൻ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി മാക്സിമം റൺ ഓഫ് ആണല്ലേ. എന്ന് വെച്ചാൽ Qൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. 1/360 CRA. 1/360 സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. 20 hectares ആണെന്ന് ക്വസ്റ്റിന് പറയുന്നുണ്ട്. അപ്പം അത് ചെയ്യുക. അപ്പം Qൻ്റെ വാല്യൂ കിട്ടും, ക്യൂമക്കിൽ കിട്ടും, m³/s. യൂണിറ്റ് നോക്കണേ. അങ്ങനെ ഈ പ്രോബ്ലം ചെയ്യാം. സിമ്പിൾ പ്രോബ്ലംസ് ആണെല്ലാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പോർഷനിൽ പ്രോബ്ലംസ് വരുന്നത്. ഞാൻ കുറച്ച് പ്രോബ്ലംസും എനിക്ക് സ്ലൈഡിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ടൈം ഒത്തിരി ആയിപ്പോവും വീഡിയോയുടെ. അപ്പം നിങ്ങൾ ഇനിയും ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പ്രോബ്ലംസ് പഠിക്കുക. ഓക്കെ, ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനിയും നമുക്ക് സീവറിൻ്റെ ഡിസൈനിലോട്ട് കിടക്കാം. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ 2 സ്ലൈഡ് പറയാം. ദ ഹൈഡ്രോളിക് ഡിസൈൻ ഓഫ് സീവർ അല്ലെങ്കിൽ ഡ്രെയിൻ എന്നും പറയാലോ, മീൻസ് ഫൈൻഡിങ് ഔട്ട് ദെയർ സെക്ഷൻ ആൻഡ് ഗ്രേഡിയൻറ്റ് ഈസ് ജനറലി ക്യാരിഡ് ഔട്ട് ഓൺ ദി സെയിം ലൈൻ ആസ് ദാറ്റ് ഓഫ് വാട്ടർ സപ്ലൈ ലൈൻ. ഓക്കെ, അപ്പം സീവർ അല്ലെങ്കിൽ ഡ്രെയിൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു സീവറിൻ്റെ സെക്ഷൻ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഗ്രേഡിയൻറ്റ് എന്തുമാത്രം സ്ലോപ്പിൽ കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു വാട്ടർ സപ്ലൈ പൈപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു സീവർ ഡിസൈൻ ചെയ്യുമ്പോഴും കൺസിഡർ ചെയ്യും. The sewage contain particles in suspension, the heavier of which may settle down at the bottom of the sewer. ഓക്കെ, അപ്പം ഈ സീവറിനകത്തെ ഒത്തിരി പാർട്ടിക്കൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലേ. ഈ സീവേജ് കൊണ്ടുപോകുന്നതിനകത്ത് ഒത്തിരി ഇങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസ് കാണും. അപ്പം ഒത്തിരി ഹെവിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഈ സീവറിൽ കൂടെ പോകുമ്പോൾ അതെല്ലാം താഴെ വന്ന് അടിയും. ഓക്കെ, അസ് ആൻഡ് വെൻ ദി ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ്. അപ്പം ഇത് അടിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ അതിൽ കൂടെ പോകുന്ന വെലോസിറ്റി കുറയുമ്പം എല്ലാം കൂടെ അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണ്, സീവർ ക്ലോഗ് ആകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടു അവോയ്ഡ് സിൽട്ടിങ് ഓഫ് സീവർ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദി സീവർ പൈപ്പ് be laid at such a gradient as to generate self-balancing velocity at different possible discharge. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സീവർ പൈപ്പ് നമ്മൾ ലേ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എപ്പോഴും ഒരു എന്താണ് സ്ലോപ്പ് വരുന്ന രീതിയിൽ വേണം എപ്പോഴും ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ലേ ചെയ്ത് വെക്കാൻ. അപ്പം എന്തായാലും ഫ്ലോയിൽ കുറയുമ്പോൾ എന്ന് വെച്ചാൽ വെലോസിറ്റി കുറഞ്ഞാൽ പോലും ആ ഒരു ഗ്രേഡിയൻ്റ് അങ്ങനെ ഒരു താഴ്ചയിലോട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് ആണെങ്കിൽ, അല്ലാതെ ഒരു വലിയ വെലോസിറ്റി ഇല്ലെങ്കിൽ പോലും അതിങ്ങനെ പതുക്കെ എങ്കിലും മൂവായി പൊക്കോളും, സെൽഫായിട്ട് അതിന് മൂവായി പോകാൻ ചാൻസ് ഉണ്ടാവും. ഓക്കെ, ദ സീവർ പൈപ്പ് ക്യാരി സീവേജസ് ഗ്രാവിറ്റി കോണ്ടിയൂട്ട് ആൻഡ് ആർ therefore laid at a continuous gradient in the downward direction. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്ന രീതിയിൽ ഗ്രാവിറ്റി കോണ്ടിയൂട്ട് ആയിട്ടാണ് നമ്മൾ സീവറിൻ്റെ പൈപ്പൊക്കെ ലേ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ഡിസ്പോസ്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പമ്പിൻ്റെ ഒക്കെ ആവശ്യം വരും. അതും ഈ സീവേജ് കൊണ്ടുവന്ന വേസ്റ്റ് കൊണ്ടുവന്ന ആ വാട്ടറിനെ നമുക്ക് അങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളൊരു ചെറിയൊരു ഗ്രേഡിയൻറ്റിൽ ഗ്രാവിറ്റി കോണ്ടിയൂട്ടായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഒരു ഫ്ലോ പോകേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അതിങ്ങനെ സോളിഡൊക്കെ അതിൽ അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
general approach for the design of sewer is the same as that of water mains. ഓക്കെ, വാട്ടർ മെയിൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. പക്ഷെ രണ്ട് മെയിൻ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ ഓഫ് സീവർ ആൻഡ് ദോസ് ഓഫ് വാട്ടർ മെയിൻ. ഈ സീവറിൻ്റെയും വാട്ടർ സപ്ലൈ പൈപ്പിൻ്റെയും തമ്മിലുള്ള മെയിൻ രണ്ട് ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ, ഒന്ന് പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെ, സീവേജിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. ദ വാട്ടർ ക്യാരിഡ് ബൈ ദ വാട്ടർ മെയിനിൽ എന്താണ്, ഫ്രീ ഓഫ് പാർട്ടിക്കിൾസ് ആയിരുന്നു. സീവേജ് ഓൺ ദി അതർ ഹാൻഡ് അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്, സസ്പെൻഷനിലായിട്ട് കിടക്കുമായിരിക്കും. അത് ഹെവിയർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ബോട്ടം ഓഫ് ദി സീവറിൽ അടിയാനും സെറ്റിൽ ഡൗൺ ആകാനും അതേപോലെ ക്ലോഗിങ് ഓഫ് സീവർ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ദ സീവേഴ്സ് ആർ ദെയർഫോർ ടു ബി ലേഡ് അറ്റ് ഒരു ഗ്രേഡിയൻറ്റിൽ വേണം ലേ ചെയ്യാൻ, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ ഒക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയും അടുത്ത മെയിൻ ഡിഫറൻസ് പ്രഷറിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ മെയിൻ അല്ലെങ്കിൽ വാട്ടർ പൈപ്പൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം വാട്ടറിന് ചെറിയൊരു പ്രഷറിലായിരിക്കും വെള്ളം അതിൽ കൂടെ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് നല്ല ഒരു ചെറിയൊരു ഹൈറ്റ് വന്നാൽ അത് കയറി അങ്ങ് പൊക്കോളും. പക്ഷേ സീവർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അത് ഓപ്പൺ ചാനലായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതൊരു കണ്ടിന്യൂസ് ഗ്രേഡിയൻ്റ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷനിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള എക്യുപ്മെന്റ്സ്, അതിനുള്ള പവർ ഹൗസ് ഒക്കെ കൊടുക്കേണ്ടി വരും ഡ്രെയിനേജ് സിസ്റ്റത്തിൽ. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെപ്പോഴും പ്രഷർ ഉണ്ടാകാത്ത രീതിയിൽ, പ്രഷർ വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ എക്സ്ട്രാ എക്യുപ്മെന്റ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടാകും. അപ്പം പ്രഷർ മിക്കവാറും ഈ ഒരു കേസിൽ കാണില്ല. മറ്റടുത്ത് അടുത്ത ഡിഫറൻസ് പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, സസ്പെൻഷനിലായിട്ട് കിടക്കും, അല്ലെങ്കിൽ അത് അടിഞ്ഞു പോകാനും അടിഞ്ഞ് സെറ്റിലായിട്ട് സീവറിൽ ഇരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം സീവറിലെ മൊത്തത്തിലുള്ള ക്യാരിങ് കപ്പാസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെയിൻ ഡിഫറൻസ് ആണ് നമ്മൾ സീവർ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്ട്രാ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതും ഇക്വേഷൻസ് എന്താണെന്നുള്ളതും അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കേൾക്കുക കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പം വീഡിയോ കേൾക്കുക, പിന്നെ PPT ഒക്കെ നോക്കുക. ഞാൻ കുറേ ഇമേജസ് ആണ് വിട്ടിരിക്കുന്നത്, കാര്യം അതെല്ലാം ടൈപ്പ് ചെയ്യുന്ന പറയുന്നത് കുറേ ടൈം എടുക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഇമേജസ് എല്ലാം. ഞാൻ പറഞ്ഞ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ആ 2 ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇമേജസ് ആണ്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, പിന്നെ മെയിൻ പോയിന്റ്സ്, അങ്ങനത്തെ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് വേണം അപ്ലോഡ് ചെയ്യാൻ അസൈൻമെൻ്റ് ആയിട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.